ഒരു ആഴ്ച മുഴുവനും കേരളീയത്തിന് മുൻപ് അതിനുവേണ്ടി എത്രയോ നാള് കൃത്യമായ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തി അതിനെ വിജയിപ്പിച്ച് എടുക്കാൻ വേണ്ടി, അതിന് സ്പോൺസർഷിപ്പ് നേടാൻ വേണ്ടി ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാവരും രാപകലിന്യെ അധ്വാനിച്ചിട്ടുണ്ട്. കേരളീയം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞതോടെ നവകേരള സദസ്സ് തുടങ്ങി. അതിനാണെങ്കിലും വളരെ നേരത്തെ മുതൽ പരിശ്രമം തുടങ്ങിയിരുന്നു. അതായത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധികാരത്തിൽ കൈകടത്തി ഓരോരുത്തരും എത്ര രൂപ വീതം ഈ നവകേരള സദസ്സിന് സംഭാവന ചെയ്യണം, ഏതൊക്കെ 5 സ്റ്റാർ ഹോട്ടൽസ് ആണ് ഇവർക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, താമസം ഇതൊക്കെ ഒരുക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും പൗരപ്രമുഖരുമായി നേരത്തെ തന്നെ ചർച്ച നടത്തി അവരുടെയൊക്കെ സഹകരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് നവകേരള സദസ്സ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയ നവകേരള സദസ്സ് അപ്പം നമ്മളൊന്ന് ഓർക്കേണ്ടത്, ഏകദേശം 1.5 മാസമായി സംസ്ഥാന ഗവൺമെന്റ്, അതായത് നാം ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഗവേണൻസ് നടത്തേണ്ട, ജനങ്ങളോട് എന്താ പറയുക, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോ വഴിയായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തിരിക്കും, ഞങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയപ്പെട്ട, അതായത് ഈ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ സേവനങ്ങളും ഉറപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയ ഗവൺമെന്റ് 1.5 മാസം പൂർണ്ണമായിട്ടും സെക്രട്ടേറിയറ്റിൽ നിന്ന് ദൂരെയായിരുന്നു. അതായത് ഭരണസിരാ കേന്ദ്രത്തിൽ എന്ത് നടക്കുന്നു, അവിടെ എങ്ങനെ പോകുന്നു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഉണ്ടോ എന്ന് നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ സെക്രട്ടേറിയറ്റ് നിശ്ചലമായിരുന്ന 1.5 മാസം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ മുതൽ പതുക്കെ പിച്ച വെച്ച് സെക്രട്ടേറിയറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിനിടയ്ക്കും മുഖ്യമന്ത്രി എവിടെയൊക്കെ സദസ് കൂടുന്നുവോ അവിടെയൊക്കെ വെച്ച് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കേട്ടു എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു ഇന്നലെ തന്നെ നടത്തിയത്. അതായത് വലിയ വളർച്ചയുടെ കണക്കാണ് ഇന്നലെ മുഖ്യമന്ത്രി, അത് 2018 വളർച്ചയാണ് പറഞ്ഞത്. 2014, 15, 16 വളർച്ചയായിരുന്നെങ്കിൽ അത് UDF-നുള്ള അടിയായേനെ. ഇത് 2018 വളർച്ചയും 2023 വളർച്ചയും ഒക്കെ തമ്മിലാണ് താരതമ്യം ചെയ്തത്. ഒരു പക്ഷേ അദ്ദേഹം മറന്നു കാണും, നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു 2020-21. കോവിഡ് മുഖാന്തരം -3% ആയിരുന്നു GDP-യുടെ ഗ്രോത്ത്. മൈനസ് ഗ്രോത്തിലേക്ക് പോയ ഒരു സമ്പദ്ഘടന പിന്നെ എങ്ങനെ പിച്ച വെച്ചാലും അത് വലിയ ഗ്രോത്ത് ആയിട്ട് നമുക്കറിയാം. ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് ഒക്കെ എന്താണ് ടൈപ്പിലുള്ള ഗ്രോത്ത് ആണ് എന്നൊക്കെ പറഞ്ഞ്, അതായത് ഒരു എടുത്തുചാട്ടം, ഗ്രോത്തിൽ ഒരു എടുത്തുചാട്ടം, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ അതൊരു വലിയ എടുത്തുചാട്ടമായിട്ട് തോന്നും എന്ന് പറഞ്ഞതുപോലെയാണ്. -3% ആയിരുന്നു കോവിഡ് കാലത്തെ നമ്മുടെ GSDP-യുടെ, അതായത് മൊത്ത ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്. 2021 -3% ആയിരുന്നു വളർച്ചാ നിരക്ക്. 21-22 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എടുത്തുചാട്ടം നടത്തി. അതായത് മൈനസിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നപ്പോൾ 17.62% ഗ്രോത്ത് റേറ്റ് ആണ് രേഖപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ 2021 7,71,008 കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനമെങ്കിൽ അതിന് മുൻ വർഷത്തേക്കാൾ 3% കുറവായിരുന്നു. അതിനുശേഷം 2021-22 അതായത് പോസിറ്റീവ് വളർച്ചയുടെ വർഷത്തിലേക്ക് വരുന്നു. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമ്മൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം കാലുവെക്കുന്നു. അപ്പോഴുണ്ടായ ഗ്രോത്ത് റേറ്റ് ആണ്, അതായത് 9,06,920 കോടി. 9,06,920 കോടി, അതായത് 17.62% വളർച്ചയാണ് അത്. ആ വളർച്ചയെ ഒരു വലിയ എടുത്തുചാട്ടമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു അത്ഭുതമായിട്ടോ ആരും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നപ്പോഴുണ്ടായ ഒരു മാറ്റമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അതായത് സാമ്പത്തിക ശാസ്ത്രമോ അത് പോകട്ടെ, സാമ്പത്തിക ശാസ്ത്രം അറിയണ്ട,
വെറും മാത്തമാറ്റിക്സ് മാത്രം അറിയാവുന്നവര്, അത് സമ്പദ്ഘടനയുമായിട്ടോ ഒന്നും കൂട്ടിച്ചേർക്കാതെ തന്നെ പറഞ്ഞാലും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുന്ന ആ വളർച്ച വലിയ വളർച്ചയായിട്ട് കാണാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് കഴിഞ്ഞ് അതിനടുത്ത വർഷമോ 2022-23 അതിലെ അവസാന കണക്ക് വന്നിട്ടില്ല. അതായത് രണ്ടാമത്തെ കണക്ക് അനുസരിച്ച് 10.8% വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. അത് അഭൂതപൂർവമായ വളർച്ച എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ 10.8% വളർച്ച നേടിയില്ലേ എന്നൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ, മുഖ്യമന്ത്രി 10.8% അല്ല 8% വളർച്ച നേടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം ഏത് വർഷത്തെ കണക്കാണ് പറഞ്ഞത് എന്ന് അത്ര ക്ലിയർ അല്ല. അപ്പൊ രണ്ടായാലും ഈ വളർച്ചയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സമ്പദ്ഘടന കടക്കണിയിലേക്ക് പോകുന്നു, അഥവാ ധനപ്രതിസന്ധി അതിരൂക്ഷമാണ് കേരളത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കടത്തെയും സമ്പദ്ഘടനയുടെ ഗ്രോത്തിനെയും ബന്ധപ്പെടുത്തി ഡോക്ടർ തോമസ് ഐസക് ഒക്കെ മുൻപോട്ട് വെച്ചിരുന്ന ഒരു തത്വമുണ്ട്. എന്താണ് ആ തത്വം? തോമസ് ഐസക് പറയുമായിരുന്നത്, അതായത് പലിശയുടെ ഇൻട്രസ്റ്റിന്റെ ഗ്രോത്ത്. നമ്മൾ കടം വാങ്ങുന്നത് എന്തിനാണ്? കടം വാങ്ങുന്നത് കടത്തെ പറ്റിയാണല്ലോ പറയുന്നത്. സമ്പദ്ഘടന വലിയ ധനപ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് നാം കടം വാങ്ങണം, ഇനിയും വാങ്ങണം, ഇനിയും വാങ്ങണം എന്നതുകൊണ്ടാണ്. അപ്പൊ എവിടം വരെ കടം വാങ്ങാം? ഡോക്ടർ തോമസ് ഐസക്കിന് അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ മാത്രം പ്രിൻസിപ്പിൾ അല്ല, ഡോമർ ഗ്രോത്ത് മോഡലിൽ നിന്ന് അദ്ദേഹം കടമെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ രീതി അനുസരിച്ച് അദ്ദേഹം പറയാറുള്ളത്, GSDPയുടെ റേറ്റ് ഓഫ് ഗ്രോത്തിനേക്കാൾ താഴെയാണ് പലിശയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത്. അതായത് കടം വാങ്ങിയ പണത്തിന് കൊടുക്കേണ്ട പലിശയുടെ വളർച്ചാ നിരക്ക് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ വളർച്ചാ നിരക്കിനേക്കാൾ താഴ്ന്നിരിക്കുന്നിടത്തോളം കാലം കടം ഒരു കെണിയല്ല എന്നാണ് ഡോക്ടർ ഐസക് പറയാറുള്ളത്. ഞാനത് സുഹൃത്തുക്കളെ ഒന്നോടെ വിശദമാക്കാം. അതായത് കടം വാങ്ങിയതിന് കൊടുക്കേണ്ട പലിശ, ആ പലിശയുടെ വളർച്ചാ നിരക്ക് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ കടം വാങ്ങും തോറും ഓരോ വർഷവും പലിശയും കൂടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, കടക്കണിയിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങൾക്ക് ഇന്നലെ വാങ്ങിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇന്ന് കടം കിട്ടില്ല, കടത്തിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടും. അങ്ങനെയൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഗ്രോത്ത് അത് വച്ചടി വെച്ച് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഗ്രോത്തിനേക്കാൾ ഉയർന്ന ഗ്രോത്ത് ആണ് GSDPയുടെ ഗ്രോത്ത്, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ ഗ്രോത്ത് റേറ്റ് എങ്കിൽ ഭയം വേണ്ട എന്നാണ് ഡോക്ടർ ഐസക് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഡോക്ടർ ഐസക്കിന്റെ ആ പ്രിൻസിപ്പിൾ ഇവിടെ ഒന്ന് വെച്ച് നോക്കുക. 2022-23 രണ്ടാമത്തെ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് പിന്നെ ബജറ്റ് എസ്റ്റിമേറ്റ് അല്ല, റീ എസ്റ്റിമേറ്റ് കണക്കനുസരിച്ച് GSDPയുടെ ഗ്രോത്ത് റേറ്റ് 10.8%. അതേ സമയത്ത് ആ വർഷത്തെ, അതായത് ഈ റീ എസ്റ്റിമേറ്റ് അനുസരിച്ച് പലിശയുടെ ഗ്രോത്ത് റേറ്റ് 17.4%. നോക്കൂ അതിലെ അപകടം. എന്താണ് ഡോക്ടർ ഐസക്കിന്റെ പ്രിൻസിപ്പിള്? പലിശയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് GSDPയുടെ റേറ്റ് ഓഫ് ഗ്രോത്തിനേക്കാൾ താഴ്ന്നു നിൽക്കുന്നു എങ്കിൽ അപകടമില്ല. ഇവിടെ GSDPയുടെ ഗ്രോത്ത് റേറ്റ് 10.8% പലിശയുടെ ഗ്രോത്ത് റേറ്റ് 17.4%. അപ്പോൾ നാം അപകടത്തിലേക്ക് കുതിക്കുന്നു എന്ന് ഡോക്ടർ ഐസക്കിന്റെ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഡോമർ മോഡൽ അനുസരിച്ച് തന്നെ, ഡോമർ എന്ന എക്കണോമിസ്റ്റിന്റെ മോഡൽ അനുസരിച്ച് തന്നെ നമ്മൾ അപകടത്തിന്റെ വക്കിലാണ് എന്ന് വരുന്നു. ഈ സാഹചര്യത്തിലാണ് നാം എല്ലാം സത്യസന്ധമായി പറഞ്ഞാൽ വലിയ ഭയത്തില്, അതായത് നിൽക്കുന്നു എന്ന് പറയാം. അതായത് കടക്കണിയിലേക്ക് എപ്പോൾ നമ്മൾ പൂണ്ടുപോകും, സംസ്ഥാനം പൂണ്ടുപോകും. നമ്മൾ കേൾക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഫിനാൻഷ്യൽ എമർജൻസി, അതിനു മുൻപ് തന്നെ കോടതി പറഞ്ഞു, അതായത് KTDFCയിലെ ഇൻവെസ്റ്റേഴ്സിന് പണം തിരിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വന്നപ്പോൾ കോടതിയോട് ചീഫ് സെക്രട്ടറി വലിയ ഞെരുക്കത്തിലാണ് ഖജനാവ് എന്ന് പറഞ്ഞപ്പോൾ ഫിനാൻഷ്യൽ എമർജൻസിയുടെ സാഹചര്യമാണോ എന്ന് കോടതി ചോദിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗവർണറുടെ മുൻപിലേക്ക് കേരളം കടക്കണിയിലേക്കാണ് എന്ന് കാണിച്ച് ചില വ്യക്തികളോ സംഘടനകളോ ഒക്കെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഗവർണർ തന്നെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുന്നു, ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ സാഹചര്യം കേരളത്തിൽ ഉണ്ടോ എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
കേരളത്തിന് പ്രശ്നങ്ങളില്ല. ഉള്ള പ്രശ്നങ്ങൾ മുഴുവനും കേന്ദ്രമാണ് സൃഷ്ടിക്കുന്നത്. കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ധനമന്ത്രി, അങ്ങനെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്.